ഇന്നിപ്പോൾ ടെമ്പറേച്ചർ 2 ഡിഗ്രിയാണ്. കുറച്ച് നേരമായിട്ട് ഒരു 4-5 മണിക്കൂറായിട്ട് 2 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞെല്ലാം കുറച്ച് സോഫ്റ്റായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ കാലം കൊണ്ട് തട്ടി നീക്കാൻ പറ്റും. രാത്രി നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഐസായിട്ട് കല്ല് പിടിച്ച് കിടക്കുമായിരിക്കും. ഈ 2 ദിവസം കൊണ്ട് നാളെയും പോസിറ്റീവാണ്. 2 ഡിഗ്രിയാണ്. അപ്പോഴത്തേക്കും ഇതെല്ലാം കുറേ ഉരുകി പോയി കുറേ ക്ലിയർ ആവും. ഇപ്പോൾ 2 ആഴ്ചയായി ഈ ഐസ് അന്നൊരു ദിവസം ഇതുപോലെ പോസിറ്റീവ് ആയിരുന്ന ദിവസം പെയ്ത മഞ്ഞാണ്. അത് ഇവിടെ വീണിട്ട് പിന്നീട് അങ്ങോട്ട് നെഗറ്റീവ് പോയപ്പോഴത്തേക്ക് ഐസായി. എന്നിട്ട് ആ ഐസ് അങ്ങനെ നല്ല ഇതിൽ കിടക്കുക. ഇതൊക്കെ ഒന്ന് പോയിട്ട് വേണം ഈ വണ്ടിയുടെയൊക്കെ പണിയൊക്കെ ഇടുന്നെടുക്കാൻ. വണ്ടി പണികളൊക്കെ അങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിട്ട് വേണം ഇതൊക്കെ കുറേശ്ശെ പണിയെടുത്ത് വരുന്നത് റെഡിയാക്കി എടുത്ത് കൊണ്ടു നടക്കാൻ. മുമ്പിൽ ക്രിസ്മസിന് വെച്ച സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുക, ഒന്നും എടുത്ത് വെച്ചില്ല. അപ്പോൾ ആമസോണിൽ നിന്ന് ഡെലിവറി നടപ്പുണ്ട്. സാധനം എടുത്ത് വെക്കണം. ഇന്നിപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല ക്ലൈമറ്റാണ്. മരത്തിലൊക്കെ ഇനി ഇലകളൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ഒഫീഷ്യലി സ്പ്രിങ് ഇന്നലെ തുടങ്ങി. സ്പ്രിങ് ഇക്വിനോക്സ് എന്ന് പറയുന്നത് അത് ഇന്നലെ ഒഫീഷ്യലി തുടങ്ങി. സോ വിൻ്റർ കഴിഞ്ഞു, സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് സ്പ്രിങ്ങിന് ഒരു 2-3 മാസം കഴിയുമ്പോൾ പിന്നെ സമ്മറാവും. അത് കഴിഞ്ഞ് പിന്നെയും ഫോള്, അപ്പോഴത്തേക്ക് ഇലകളൊക്കെ പിന്നെയും പൊഴിയും, പിന്നെയും വിൻ്റർ. അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ലൈഫ്. എന്ന് വെച്ചാൽ ഒരു സാധനം കൃഷി ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് വളർത്താൻ ഒന്നും പറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് 4-5 ചെടികളോ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അതെടുത്ത് വീടിനകത്ത് വെക്കണം. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ ഇടയ്ക്ക് മഞ്ഞ് എൻജോയ് ചെയ്യാം. ശരിക്കും പൈസ ഉള്ളവർക്ക് ജീവിക്കാം നല്ല അടിപൊളിയായിട്ട് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്നോ മൊബൈൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ മഞ്ഞിൻ്റെ അകത്തൂടെ പോകാനായിട്ട് ഇവിടെ ഒരുപാട് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോട്ടുണ്ടെങ്കിൽ സമ്മർ ആ ഒരു സമയത്തൊക്കെ അവർക്ക് അതുകൊണ്ട് പോയി മീൻ പിടിക്കാം, ചുമ്മാ റിവറിൽ പോകാം, അതൊക്കെ ചെയ്യാം. അങ്ങനെ എന്താ പറയുക, ഓരോ ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റിയ. പിന്നെ ഈ പറഞ്ഞ പോലെ വിൻ്ററിൽ ചിലരൊക്കെ വിൻ്ററിലാണോ സമ്മറിലാണോ എന്നറിയത്തില്ല, ക്യാബിനുള്ള ആൾക്കാരുണ്ട്. അവർ ക്യാബിനിൽ പോകും. അവരുടെ ക്യാബിനിൽ പോയിട്ട് ക്യാബിൻ റിട്രീറ്റ് എന്ന് പറയും. അവർക്കൊരു ലേക്കിൻ്റെ സൈഡിൽ ഒരു ക്യാബിനൊക്കെ ഉണ്ടാവും. യൂഷ്വലി സമ്മറിലാണ് കേട്ടോ. അപ്പോൾ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ വിൻ്ററിൽ ഫിഷിങ്ങിന് പോകുന്നവരുണ്ട്. വിൻ്ററിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേക്കൊക്കെ ഐസായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ട് കുടിൽ പോലെ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് അടുക്ക് തളയിട്ടിട്ട് അതിൻ്റെ അകത്തുള്ള മീൻ പിടിക്കും. അത് ഒരു ഫിഷിങ്. പിന്നെ ഹണ്ടിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. അതിനെല്ലാം ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ ഓഫ് റോഡിങ്, ATV ഒക്കെ ആയിട്ട് ഓഫ് റോഡിങ് പോകും കുറേ. അപ്പോൾ സോ ബേസിക്കലി പൈസ ഉണ്ടോ, കുറേ ഇങ്ങനത്തെ ഇതിലൊക്കെ ഉണ്ട്, താല്പര്യമുണ്ടോ, അങ്ങനെ